മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധം പരീക്ഷാ പേപ്പർ ചോർന്നങ്ങ് പോവുക. ആരാ ചോർത്തുന്നതെന്ന് നമുക്കറിയില്ല, ചോർന്നു പോയെന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അപകടം, പണ്ടില്ലാത്ത വിധം ചോദ്യപേപ്പർ ചോർന്നു പോവുക, പരീക്ഷയ്ക്ക് മാർക്ക് ഇടാതെ പോവുക, ആൻസർ ഷീറ്റ് കാണാതെ പോവുക, കുട്ടികളുടെ റിസൾട്ട് പുറത്തു വരാതിരിക്കുക, പരാതി കൊടുത്താൽ പരിഹരിക്കാതിരിക്കുക. ഇതൊന്നും നേരത്തെ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കേട്ടുകേൾവിയുള്ള കാര്യമല്ല. ഇപ്പോൾ മോഡി ഇന്ത്യയിലെ സംഘികൾ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമുണ്ടായ വ്യാപകമായൊരു പ്രതിഭാസമാണിത്. ഭരണകൂടം നടത്തുന്നത് ഒരു പരീക്ഷാ അട്ടിമറിക്കപ്പുറം ഒരു പദ്ധതിയാണ്. ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ ഉള്ള ഒരു പദ്ധതി, ഇന്ത്യൻ ഭരണഘടനയെ അപ്രസക്തമാക്കാനുള്ള പദ്ധതി, ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ചാണകത്തിൽ മെഴുകാനുള്ള ഒരു പദ്ധതി. ചാണകത്തിൽ മെഴുകാൻ ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കുക. ചാണകത്തിൽ മെഴുകാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യക്കകത്ത് ഇല്ലാത്ത ഒരു ശാസ്ത്രവും ലോകത്തെവിടെയും ഇല്ലെന്ന പുതിയ കണ്ടുപിടുത്തം. വിമാനം ഉണ്ടാക്കാൻ അറിയാം, കപ്പലുണ്ടാക്കാൻ അറിയാം, ബോട്ട് ഉണ്ടാക്കാൻ അറിയാം, മെറ്റലർജി അറിയാം. ഇവർക്കറിയാൻ പാടില്ലാത്ത കലാപരം, പ്ലാസ്റ്റിക് സർജറി അറിയാം. ഇവർക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യവുമില്ല. മുംബൈയിൽ നടന്ന ഒരു സയന്റിസ്റ്റ് കോൺഫറൻസിൽ ഈ ബഹുമാനിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്, ഗണപതി ഉള്ള കാലത്ത്, അതെന്നാന്ന് നമുക്കാർക്കും അറിയത്തില്ല, പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. അവിടെ ഇരുന്ന ഒരു സയന്റിസ്റ്റും ചോദിച്ചില്ല നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നതെന്ന്. അതിനുള്ള നട്ടൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി തത്വചിന്തകരെ കണ്ടിട്ടുണ്ട്. ഫാസിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നവർ, ഹിറ്റ്ലറെ പിന്തുണച്ച മഹാനായ ഹൈദഗറിനെ കുറിച്ച് നമുക്കറിയാം, നീഷയെ കുറിച്ചറിയാം. ഇവരൊക്കെ വലിയ തത്വചിന്തയൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭരണകൂടത്തിന്റെയും ഫാസിസത്തിന്റെയും വക്താക്കളായിട്ടാണ് അണിനിരന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഡൽഹിയിൽ നടക്കുന്ന യുവാക്കളുടെ മുന്നേറ്റത്തെ, യുവതയുടെ മുന്നേറ്റത്തെ നമ്മൾ കാണേണ്ടത്.